പിന്നെ ഒരെണ്ണമാണുള്ളത്. അതിലാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത്. 3 സീറ്റ് എന്ന് പറയുമ്പോൾ നിലവിൽ എളമരം കരീം, ജോസ് കെ മാണി, ബിനോയ് വിശ്വം എന്നിവരാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ ജോസിനെ തറവാട്ടിന്റെ 7 അയലത്ത് അടുപ്പിക്കരുത് എന്ന് CPI പറഞ്ഞിരുന്നു. എന്നിട്ട് അതൊന്നും കേൾക്കാതെ കാരണവർ വലിച്ചു തറവാട്ടിൽ കയറ്റുകയും ചെയ്തു. എന്നാൽ ആ മണ്ഡലം കേരള കോൺഗ്രസ് എത്തിയതോടെ CPIക്ക് കൈവിട്ടുപോയി. ഇതും കൂടി ആയതോടെ CPIക്കുള്ള ഈ മുന്നണി ബന്ധം താല്പര്യമില്ലാതായി എന്ന് മാത്രമല്ല കല്ലുകടിയും കൂടിയായി തീർന്നു. അതിനിടയിൽ UDFിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ ജോസ് കെ മാണി തിരികെ UDFിന്റെ ഭാഗമായി മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കും. തിരുവനന്തപുരം, തൃശൂർ, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റം തന്നെ നടത്താൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞതിന് ചാലക ശക്തിയായി മുന്നിൽ നിൽക്കുന്നത് CPI തന്നെയാണ്. നമസ്കാരം. കലിപ്പ് എന്ന് പറഞ്ഞാലും പോരാ, കട്ടക്കലിപ്പ് തന്നെ. ഇതിപ്പോ പാളയത്തിൽപ്പെട എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്താണെന്നല്ലേ. കാര്യത്തിലേക്ക് വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധിയും വന്നു കഴിയുമ്പോൾ അടുത്ത ഘട്ടമാകും. അതായത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ ജൂലൈ മാസത്തിൽ കളമൊഴിയും. എന്ന് വെച്ചാൽ അധികാരത്തിൽ നിന്ന് ഒഴിയും. പിന്നെ വേണ്ടത് അതിലേക്കുള്ളവരെ കണ്ടെത്തുക അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഫലത്തിൽ 3 പേരാണ് സ്ഥാനമൊഴിയുന്നത്. ഈ 3-ൽ ഒരെണ്ണം UDFിന് അവകാശപ്പെട്ടതാണ്, അതായത് നിയമസഭാ അംഗത്വത്തിന്റെ കാര്യത്തിൽ. ബാക്കി 2 എണ്ണത്തിൽ ഒരെണ്ണം CPMന് അവകാശപ്പെട്ടതുമാണ്. പിന്നെ ആകെ ഒരെണ്ണമാണുള്ളത്. അതിലാണിപ്പോൾ തർക്കം നടക്കുന്നത്. 3 സീറ്റ് എന്ന് പറയുമ്പോൾ നിലവിൽ എളമരം കരീം, ജോസ് കെ മാണി, ബിനോയ് വിശ്വം എന്നിവരാണ് ഉള്ളത്. ഇവരൊക്കെ സ്ഥാനം ഒഴിയുന്ന മുറയ്ക്കാണ് ഇപ്പോൾ ജൂലൈയിൽ ഒഴിവ് വരുന്നത്. എന്നാൽ 2 സീറ്റ് മാത്രമാണ് ഇടതുമുന്നണിക്ക് ലഭിക്കുക. അതിൽ CPMന്റെ സീറ്റ് ഒഴിവാക്കിയാൽ വരുന്ന 1 സീറ്റ് ആർക്ക് കൊടുക്കണമെന്ന് അറിയാത്ത അങ്കലാപ്പിലാണ് ഇടതുമുന്നണി നേതൃത്വം. എന്തു വന്നാലും വിട്ടുകൊടുക്കില്ലെന്ന് ജോസ് കെ മാണിയും ബിനോയ് വിശ്വവും 2 പേരും. പുലിവാല് പിടിക്കുമല്ലോ എന്നായി കൺവീനർ. നിലവിലുണ്ടായിരുന്ന MP സ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് വന്നിട്ടാണ് ജോസ് കെ മാണി ഇടതുപക്ഷത്തിന്റെ ഒപ്പം കൂടിയത്. വന്നപ്പോൾ തന്നെ മുന്നണിയിലെ മുമ്പന്മാരായ CPM 2 കൈ നീട്ടി സ്വീകരിച്ചു. അത് ചില മുറുമുറുപ്പുകൾക്ക് ഇടയാക്കിയിരുന്നു. എന്ന് വെച്ചാൽ ഇതൊന്നും ശരിയല്ല എന്ന് CPI പറഞ്ഞു. CPIയുടെ ഈ പിണക്കത്തിനും കാരണമുണ്ട്. നിലവിൽ ഇടതുമുന്നണിയിലെ 2ാമത്തെ കക്ഷിയാണല്ലോ CPI. കോട്ടയം അടക്കമുള്ള പ്രദേശത്ത് വളരെയധികം പ്രാമുഖ്യമുള്ള കേരള കോൺഗ്രസിനെ അടുപ്പിച്ചാൽ പിന്നെ 2ാം മുന്നണി എന്നുള്ള സ്ഥാനം തങ്ങൾക്ക് നഷ്ടമാകുമെന്ന് വെറുതെയല്ല, കാര്യമായ തോന്നലാണ് CPIക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജോസിനെ തറവാട്ടിന്റെ 7 അയലത്ത് അടുപ്പിക്കരുത് എന്ന് CPI പറഞ്ഞിരുന്നു. എന്നിട്ട് അതൊന്നും കേൾക്കാതെ കാരണവർ വലിച്ച് തറവാട്ടിൽ കയറ്റുകയും ചെയ്തു. അന്നേ പറഞ്ഞതാണ് വേണ്ട വേണ്ട എന്ന്. എന്നാൽ ഇപ്പോഴോ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയും ചെയ്തു. 4 MLAമാരാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ കോൺഗ്രസിൽ നിന്നും വന്നു കയറിയിട്ടുള്ളത്. ഒരു മന്ത്രിയെയും കൊടുത്തിട്ടാണ് കൂടെ നിർത്തിയിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ 2ാം കക്ഷിയെ തള്ളി താഴെയിടുമോ എന്ന് CPI ഭയന്നാൽ അതിൽ കാര്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാഞ്ഞിരപ്പള്ളിയുടെ അവസ്ഥ അറിയുമല്ലോ. അതായത് കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥിരമായി കേരള കോൺഗ്രസും CPIയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. എന്നാൽ ആ മണ്ഡലം കേരള കോൺഗ്രസ് എത്തിയതോടെ CPIക്ക് കൈവിട്ടുപോയി. ഇതും കൂടി ആയതോടെ CPIക്കുള്ള ഈ മുന്നണി ബന്ധം താല്പര്യമില്ലാതായി എന്ന് മാത്രമല്ല കല്ലുകടിയും കൂടിയായി തീർന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു തർക്കത്തിനുള്ള വേദി ഒരുങ്ങുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നിലപാടിലാണ് CPI. ഇടം വലം നോക്കാതെയാണ് ബിനോയ് വിശ്വത്തിന്റെ നിൽപ്പ്. ജോസ് കെ മാണി മുന്നണിയിലേക്ക് എത്തുന്നതിന് മുൻപായി തന്നെ തന്റെ MP സ്ഥാനവും രാജിവെച്ചിരുന്നു. അതും കൂടി പരിഗണിക്കുമ്പോൾ എന്തു വന്നാലും എന്ത് വില കൊടുത്താലും ശരി ജോസ് കെ മാണിയെ മുന്നണിയിൽ നിർത്തിയേ പറ്റൂ എന്നാണ് LDF ചിന്തിക്കുന്നത്. 2 കക്ഷികളും കൂടി രാജ്യസഭാ സീറ്റിന് ഇടയുമ്പോൾ തലവേദനയാകുന്നത് ഇടതുമുന്നണിക്ക് തന്നെയാണ്. ഇതിനിടയിൽ പത്തനംതിട്ട ലോക്സഭാ സീറ്റ് കോൺഗ്രസ് M ചോദിച്ചിരുന്നതാണ്. എന്നാൽ അത് നിഷേധിക്കുന്ന നിലപാടാണ് മുഖ്യകക്ഷിയായ CPM കാട്ടിയത്. CPIയുടെ പിടിവാശി അംഗീകരിച്ചില്ലെങ്കിൽ മിക്കവാറും CPI മുന്നണിയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നുള്ള സൂചനകൾ പോലും ലഭിക്കുന്നു. രാമങ്കരിയിലെ വാർത്തകളും മുന്നണി ബന്ധത്തിന്റെ ഉലച്ചിലാണ് സൂചിപ്പിക്കുന്നത്. ഇടതുപക്ഷത്തിലെ മെമ്പർമാരുടെ ഒത്താശയോടെ UDF പുറത്താക്കിയ പ്രസിഡന്റ് ഇപ്പോൾ CPIയുടെ കൂടാരത്തിലാണ് ഉള്ളത്. മിക്കയിടങ്ങളിലും CPIയും CPMും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയിരിക്കുന്ന സാഹചര്യവും പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലുള്ള തീരുമാനം വളരെയധികം നിർണായകമാകും. ഇതിനിടയിൽ ശക്തമായ ഭാഷയിലാണ് കേരള കോൺഗ്രസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജോസ് കെ മാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇടതുമുന്നണിക്ക് തുടർഭരണത്തിനുള്ള വഴിയൊരുക്കിയത് കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനമാണ്. ഇടതുമുന്നണിയുടെ മുന്നേറ്റത്തിൽ കേരള കോൺഗ്രസ് ശക്തമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്നും അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറിയെന്നും കൂടി ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നു.
ഇതിന്റെ അർത്ഥം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒപ്പമുണ്ടായിരുന്ന ഒരു കക്ഷിയായിരുന്ന CPIക്ക് യാതൊരു പ്രാധാന്യവും ഇടതുമുന്നണിയുടെ വിജയത്തിനില്ല, അല്ലെങ്കിൽ തുടർ ഭരണത്തിന് വഴി വെച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതോടൊപ്പം രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള നീക്കം ശക്തമാക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. അത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് കേരള കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാണ് സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായ ഒരു ചർച്ചയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാനില്ല എന്ന് ജോസ് കെ മാണി അറിയിച്ചിട്ടുള്ളത്. മുന്നണിക്കുള്ളിൽ മാത്രമേ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യൂ എന്ന് പറയുമ്പോൾ കടുത്ത തീരുമാനങ്ങൾ കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനിടയിൽ UDFിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ ജോസ് കെ മാണി തിരികെ UDFിന്റെ ഭാഗമായി മുന്നോട്ടു പോകണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതനുസരിച്ച് നോക്കുമ്പോൾ കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, ഉറപ്പുമാണ് എന്ന നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെ തോമസ് ചാഴിക്കാടൻ പരാജയപ്പെടുന്നതോടെ വലിയ ഒരു നഷ്ടത്തിലേക്കായിരിക്കും കേരള കോൺഗ്രസ് കൂപ്പുകുത്തുക. അതോടെ കേരള കോൺഗ്രസിന്റെ ലോക്സഭാ പ്രാതിനിധ്യം നഷ്ടപ്പെടും. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകാതിരുന്നാൽ രാജ്യസഭാ പ്രാതിനിധ്യവും കേരള കോൺഗ്രസിന് നഷ്ടമാകും. ഇതോടെ പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് മാറുമെന്നാണ് വീക്ഷണം. അത് മാത്രമല്ല, പാർട്ടിയും ചിഹ്നവും നിലനിർത്താൻ വേണ്ടി അക്ഷീണം മത്സരിക്കുന്ന ഇടതു പാർട്ടികൾക്ക് ജോസ് കെ മാണിയെ മുന്നണിയിൽ നിലനിർത്തേണ്ടത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ലെന്ന് കൂടി ലേഖനത്തിൽ സൂചിപ്പിച്ചു പോകുന്നു. KM മാണിയുടെ സ്വന്തം മണ്ഡലമായ പാലായിൽ തന്നെ ജോസ് കെ മാണി പരാജയപ്പെടുന്നതിനുള്ള കാരണവും ഈ മുന്നണി ബന്ധം തന്നെയാണ് എന്ന നിലയ്ക്കാണ് വിമർശനം ഉയർത്തുന്നത്. കോൺഗ്രസ് ഘടകകക്ഷികളിലെ കരുതുന്നത് പോലെ CPMന് കഴിയില്ല എന്നുകൂടി വീക്ഷണം പറഞ്ഞു വയ്ക്കുന്നു. അത് അംഗീകരിക്കാൻ കഴിയുന്ന വാദമാണ്. ലീഗിനെ മുന്നണിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറാകില്ല എന്ന് തന്നെ കരുതാം. CPMനെയും ഇടതുമുന്നണിയെയും സംബന്ധിച്ചിടത്തോളം CPI കേരള കോൺഗ്രസിനേക്കാൾ എന്തുകൊണ്ടും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി തന്നെയാണ്. ഇത്തവണ വളരെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ പോലും അവരാണ് മുഖ്യ എതിരാളികൾ എന്ന് കാണാം. തിരുവനന്തപുരം, തൃശൂർ, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റം തന്നെ നടത്താൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞതിന് ചാലക ശക്തിയായി മുന്നിൽ നിൽക്കുന്നത് CPI തന്നെയാണ്. അത് മറന്നുകൊണ്ട് ഒരു മുന്നണി ബന്ധം അവസാനിപ്പിക്കാൻ CPM തയ്യാറാകുമോ എന്ന കാര്യവും സംശയമാണ്. അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസിന് അത് തിരിച്ചടിയായി മാറും എന്ന് തന്നെ കരുതാം. അതേസമയം കേരള കോൺഗ്രസിനെ ഒഴിവാക്കിയാൽ തോമസ് ചാഴിക്കാടനെ മാത്രമേ ഇടതുമുന്നണിക്ക് നഷ്ടമാകുകയുള്ളൂ. അത് മാത്രവുമല്ല, രാമങ്കരി വിഷയത്തിൽ ഇപ്പോൾ പാർട്ടിക്കും മുന്നണിക്കും മുഖം രക്ഷിക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും മുന്നണി യോഗത്തിൽ ജോസ് കെ മാണിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല.